പ്രതികരണം ജീവിതത്തെ അളക്കുന്ന മുഴക്കോൽ. റോമർ 5:1-11 വരെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 3-ാം വാക്യം. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സന്തോഷത്തിനു വേണ്ടി ദുഃഖം നമ്മുടെ ഹൃദയങ്ങളെ അമിതമായി ആയാസപ്പെടുത്തുന്നു. എഡ്വിൻ മർഗാം പറഞ്ഞിട്ടുള്ള ഈ സത്യം ഓർത്തിരിക്കേണ്ടതാണ്. സന്തോഷത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള ഹൃദയത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ ദുഃഖം അതിനെ അടിച്ചു വരത്തുന്നു. പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടി ഹൃദയത്തെ ദുഃഖം വലിച്ചു നീട്ടുകയാണ് ചെയ്യുന്നത്. ദുഃഖം നമ്മുടെ ഹൃദയത്തെ ഉഴുത് മറിച്ച് നിലം ഒരുക്കുന്നു. ദൈവം വിതയ്ക്കുകയും നമ്മൾ ഫലം കൊയ്യുകയും ചെയ്യുന്നു. ഈ സത്യം നമുക്ക് ദുർഗ്രഹമായി തോന്നാം, പക്ഷേ അത് തികച്ചും വിശ്വസനീയമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് പലരുടെയും ജീവിതാനുഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സ്വജീവിതം ദൈവത്തിന് അർപ്പിച്ചു കൊടുത്ത ഒരു വനിതയുടെ അനുഭവം നോക്കൂ. സംസ്കാര സമ്പന്നയായ ആ വനിതയുടെ ഭർത്താവ് ചുമതലാബോധമില്ലാത്തവനായി ജീവിച്ചു. അവരുടെ ജീവിതത്തിൽ അടിക്കടി ഓരോ ദുരിതം വന്നുകൂടിക്കൊണ്ടിരുന്നു. തൻ്റെ ഏകപുത്രി മാനസിക രോഗിണിയായി തീർന്നു. കൂനിന്മേൽ കുരുവെന്നോണം ആ സ്ത്രീക്ക് ഒരുതരം ദന്തരോഗം പിടിപെട്ടു. ഈ സാഹചര്യങ്ങളെ അവർ എങ്ങനെ നേരിട്ടു എന്നല്ലേ? സാധാരണഗതിയിൽ ഇത്തരം ദുരിതാനുഭവങ്ങൾ മനുഷ്യഹൃദയങ്ങളെ മരവിപ്പിക്കും. സൃഷ്ടിപരമായി എന്തെങ്കിലും ചെയ്യുവാനുള്ള മനക്കരുത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ പ്രൗഢവയസ്കയായ ആ സ്ത്രീയുടെ ധൈര്യം തട്ടി ഉണർത്തപ്പെട്ടു. തനിക്ക് നേരിട്ട ദുരിതസമ്പൂർണമായ ഓരോ പ്രശ്നത്തെയും അവർ അസാധാരണമായ ഒരു ധൈര്യത്തോടുകൂടി സമീപിച്ചു. അവരുടെ ഭർത്താവ് കാലക്രമേണ ഒരു നല്ല കുടുംബനാഥനായി രൂപാന്തരപ്പെട്ടു. മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്ന് അവരുടെ മകൾ സുഖം പ്രാപിച്ച് തിരിച്ചു വന്നു. അവരുടെ വിശ്വാസവും സ്നേഹവും ആ കുടുംബത്തെ സ്വർഗമാക്കി തീർത്തു. ആ വനിതയുടെ മകൾ പറയുകയാണ്, അമ്മ ഓരോ പ്രശ്നത്തെയും യഥാക്രമം മറികടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അടുത്തെത്തി കഴിയും. എങ്കിലും അമ്മ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അതിനെ നോക്കി പുഞ്ചിരി തൂകും. ഇത് അത്ഭുതകരം തന്നെ. വാസ്തവത്തിൽ ആ സ്ത്രീ ഒരു അസാധാരണക്കാരി തന്നെയായിരുന്നു. പല്ല് കൊഴിഞ്ഞു പോകുന്ന രോഗം തനിക്ക് നേരിട്ടപ്പോൾ ആ പ്രശ്നവും അവർ ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ചു. അവർ പ്രാർത്ഥിച്ചു. ആ രോഗവും അവരുടെ മുമ്പിൽ നിന്ന് വഴിമാറിക്കൊടുത്തു. ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖാനുഭവങ്ങളെ ഈ വനിതയെപ്പോലെ കൈകാര്യം ചെയ്യുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഏത് കാലാവസ്ഥയെയും അനുകൂലമാക്കി തീർക്കുവാനുള്ള രഹസ്യം നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തോടു കൂടി ജീവിക്കുന്നത്തെ നേരിടുക എന്നതാണത്. നമ്മുടെ ജീവിതത്തെ അളക്കുന്നതിനുള്ള മുഴക്കോൽ നമ്മുടെ പ്രവൃത്തികളാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ പ്രവൃത്തികളേക്കാൾ അധികം പ്രാധാന്യമർഹിക്കുന്നത് പ്രതിവർത്തനം അഥവാ പ്രതികരണമാണ്. പ്രതികൂല ജീവിത സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മിലുണ്ടാകുന്ന പ്രതികരണം അയ്യോ എനിക്കിത് വന്നല്ലോ എന്നുള്ള സ്വയം സഹതപിക്കലും നൈരാശ്യവുമായിരിക്കും. അങ്ങനെയുള്ള പ്രതികരണം ജീവിതത്തെ പരാജയത്തിലേക്ക് മാത്രമേ നയിക്കൂ. എന്നാൽ നമ്മോട് കൂടെയുള്ള ദൈവത്തിനെ അഥവാ നമ്മിൽ തന്നെയുള്ള ദൈവത്തിനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ധീരമായി എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനുള്ള മനസ്സാന്നിധ്യം നമുക്കുണ്ടാകുന്ന പക്ഷം നിശ്ചയമായും നമുക്ക് നേരിടുന്ന ദുഃഖ അനുഭവങ്ങളെ നോക്കി പുഞ്ചിരി തൂകാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തെ പ്രതിവർത്തനമാകുന്ന അതായത് റിയാക്ഷൻ മുഴക്കോൽ കൊണ്ട് അളക്കുമ്പോൾ നമ്മുടെ പരാജയ കാരണം എന്തെന്ന് ആണെന്ന് വ്യക്തമാകും. ദൈവം നമ്മെ നടത്തുന്ന വഴിയിൽ നേരിടേണ്ടി വരുന്ന എല്ലാ അനുഭവങ്ങളെയും ദുർവാഹമായ കുരിശായാൽ പോലും ആത്യന്തികമായ നന്മയായും സന്തോഷമായും രൂപാന്തരപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രതികരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓർക്കണമേ, വിഷാദാത്മകമായ മനസ്സ് ക്രമേണ പാപത്തിലേക്ക് നയിക്കപ്പെടുന്നു. 33-ാം സങ്കീർത്തനം 18-ാം വാക്യം. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.